വാർത്താമഴയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ബി ദിലീപ് കുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോറ്റിയെ ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലെന്ന് മുഖ്യമന്ത്രി. കട്ടവനും വിറ്റവനും കോൺഗ്രസ് എംപിമാരും ഒന്നിച്ച് സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിയത് എങ്ങനെയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഇതിലൊക്കെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത് പോലെയാണ് അന്വേഷണത്തിനെതിരായ ആരോപണങ്ങളെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ SIT അന്വേഷണത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെടുന്നുണ്ടെന്ന പ്രതിപക്ഷാരോപണത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. സോണിയാഗാന്ധിയുടെ വസതിയിൽ എംപിമാരും ഒന്നിച്ച് പോറ്റിയും കൂട്ടുപ്രതികളും എത്തിയത് പുറത്തു വന്നപ്പോൾ മുതലാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് മറ്റ് മറുപടി കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ആരോപണം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആവട്ടെ എന്ന നിലയെടുത്താൽ അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്. അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ എംപിമാരും പ്രതികളും ഒന്നിച്ചെത്തിയതിൽ ഉത്തരം മുട്ടുന്നത് കൊണ്ടാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ് കേട്ടല്ലേ. അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല, പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? അതിന് മറുപടി പറയാൻ കഴിയാത്തപ്പോൾ പണ്ട് കുട്ടികൾ പറയാറില്ലേ, ഈ ഒന്നും പറയാനില്ല കൊഞ്ഞനം കുത്തുക, ആ ഒരു പരിപാടി സ്വീകരിക്കലാണോ വേണ്ടത്? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ താനോ തന്റെ ഓഫീസോ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിനെ ന്യായീകരിച്ചും CPIക്കെതിരായ ചതിയൻ ചന്തു പരാമർശത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞും മുഖ്യമന്ത്രി. CPI ചതിക്കുമെന്നും വഞ്ചന കാട്ടുമെന്നും കരുതുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞത്. എന്നാൽ കാറിൽ കയറ്റില്ലെന്ന് പറയാൻ താൻ ബിനോയ് വിശ്വമല്ല, പിണറായി വിജയനാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ച വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും നിരാകരിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. CPI എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. ആ പാർട്ടി LDFിലെ CPIഎമ്മിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. നല്ല ഊഷ്മളമായ ബന്ധമാണ് മുന്നണി കാര്യത്തിൽ ആ പാർട്ടിയുമായി ഞങ്ങൾക്കുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചനയും ചതിയും കാണിക്കുന്നുവെന്ന തോന്നൽ ഞങ്ങൾക്കാർക്കുമില്ല. ചതിയൻ ചന്തു എന്ന പരാമർശത്തിൽ CPIക്കൊപ്പം നിന്ന് മുഖ്യമന്ത്രി പക്ഷേ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയെന്ന വിഷയത്തിൽ ബിനോയ് വിശ്വത്തെ പൂർണ്ണമായും തള്ളി. ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെയൊരു നിലപാടുണ്ടാവും. അദ്ദേഹം കാറിൽ കയറ്റിലായിരിക്കും. ഞാൻ കാറിൽ കയറ്റിയത് ശരിയാണ്, അത് ശരിയാണെന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ. ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി ആഗോള അയ്യപ്പ സംഗമത്തിലെത്തിയത് തിരിച്ചടിയാണെന്ന് വിമർശനമുണ്ടെങ്കിലും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. 24 തിരുവനന്തപുരം. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും NSSന്റെ പ്രശംസ. മന്നം ജയന്തിയുടെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ സംഘടനാ നിലപാട് വ്യക്തമാക്കിയത്. സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും NSSനെ കരുവാക്കേണ്ടെന്നും G സുകുമാരൻ നായർ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 149ാമത് മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് സർക്കാരിന് NSS പ്രശംസ. ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി പരാമർശിക്കുന്നു. യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് മാറ്റിയത് ജനവികാരം മാനിച്ചാണ്. ഈ നിലപാട് മാറ്റത്തിൽ വിശ്വാസികൾ സന്തോഷിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിലും സർക്കാരിനെ വിമർശിക്കാൻ സുകുമാരൻ നായർ തയ്യാറായില്ല. രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ദുഷ്പ്രചരണങ്ങൾ തെറ്റാണെന്നും വിഷയത്തിൽ NSSനെ കരുവാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് ശബരിമലയുടെ വികസനം മുൻനിർത്തിയാണ്. എന്നാൽ അതിനെ രാഷ്ട്രീയമായി ചിത്രീകരിച്ചുകൊണ്ട് മുതലെടുപ്പുണ്ടായി. NSSന് രാഷ്ട്രീയമില്ല, എന്നാൽ അംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയവും സ്വീകരിക്കാം. ശബരിമല വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ആരുടെയും മുന്നിൽ തലകുനിക്കില്ലെന്നും G സുകുമാരൻ നായർ വ്യക്തമാക്കി. 24 കോട്ടയം. ദ്വാരപാലക ശില്പത്തിലും കട്ടിളപ്പാളിയിലും ഒതുങ്ങുന്നില്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള.
ശ്രീകോവിലിന്റെ കട്ടിളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയും കൊള്ളയടിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കട്ടിളപ്പാളികൾക്ക് മുകളിലെ ശിവരൂപം, വ്യാളിരൂപം എന്നിവയിലെ സ്വർണവും കവർന്നു. കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയിലാണ് SIT നിർണായക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കട്ടിളപ്പാളി ഒറ്റപ്പാളിയല്ല, 7 പാളികളാണ്. ഇവയാണ് ഇളക്കിയെടുത്ത് അമ്പത്തൂരുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത്. ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 പാളി, രാശിചിഹ്നങ്ങളുള്ള 2 പാളികളും മുകൾ പടിപ്പാളികളും, വ്യാളി രൂപവും ശിവരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലം, ഇത്രയുമാണ് കട്ടിളപ്പാളിയിൽ ഉൾക്കൊള്ളുന്നതെന്നും ഇത് കവർന്നെന്നുമാണ് SIT പറയുന്നത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിൽ ഇക്കാര്യം വ്യക്തമായെന്നും SIT പറയുന്നു. അതിനിടെ കേസിലെ തൊണ്ടി മുതൽ എത്രയും വേഗം കണ്ടെത്തണമെന്ന് രമേശ് ചെന്നിത്തല. ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ, തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വരണം. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും നൽകിയത് ശബരിമലയിലെ സ്വർണ്ണമെന്ന് ഉറപ്പില്ലെന്നാണ് SIT കോടതിയിൽ അറിയിച്ചത്. ഇരുവരും സ്വർണം ഹാജരാക്കി തന്നതാണെന്നും SIT. പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയത് 109 ഗ്രാം സ്വർണം, ഗോവർദ്ധൻ ഹാജരാക്കിയത് 474 ഗ്രാം സ്വർണം. ഇരുവരും ഹാജരാക്കിയത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ മുഴുവൻ ഉരുപ്പടികളിലെയും സ്വർണം എന്ന പേരിലാണെന്നും കട്ടിളപ്പാളിയിലും ദ്വാരപാലക പാളികളിലും തൂണുകളിലെ പാളികളിലുമായി ഇതിൽ കൂടുതൽ സ്വർണം നഷ്ടമായെന്നും SIT പറയുന്നു. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം തൃപ്തികരമാണെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം തെറ്റെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അന്വേഷണത്തിന് വേഗം പോരെന്നും വൻതോക്കുകളെ പിടികൂടുന്നില്ലെന്നുമുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം മുഖ്യമന്ത്രിക്ക് നിഷേധിക്കാനാകുമോ എന്നും സണ്ണി ജോസഫ് ചോദിച്ചു. ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുത്തിട്ടില്ല. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദേവസ്വം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമായി സൂക്ഷിച്ചത് എന്തിനെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും സണ്ണി ജോസഫ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ആലപ്പുഴ ഹരിപ്പാട് സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡയാലിസിസ് കഴിഞ്ഞു മടങ്ങിയ 2 പേർ മരിച്ചതിൽ ആരോപണവുമായി ബന്ധുക്കൾ. ഡയാലിസിസിനിടെയുണ്ടായ അണുബാധയാണ് മരണകാരണമെന്നാണ് ആരോപണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടി. കഴിഞ്ഞ 29-ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്തു മടങ്ങിയ 26 പേരിൽ 6 പേർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. ഗുരുതര പ്രശ്നമുള്ള 3 പേരെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയരാക്കിയിരുന്നു. ഇതിനിടെയാണ് ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ, കായംകുളം സ്വദേശി മജീദ് എന്നിവരുടെ മരണം. ഡയാലിസിസ് സെന്ററിലെ അണുബാധയാണ് മരണകാരണമെന്ന മരിച്ച രാമചന്ദ്രന്റെ ഭാര്യ അംബിക. പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് അവർ പറഞ്ഞില്ല. വീട്ടിൽ നിന്നുണ്ടായതാണെങ്കിൽ വീട്ടിൽ ഒരാളല്ലല്ലോ ചെയ്തത്. അവിടെ അത്രയും പേര് ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല. അത്രയും പേര് ചെയ്ത 7 പേര് ചെയ്തതിൽ 5 പേർക്കും വിറയിലും വയറിളക്കവും ഛർദ്ദിച്ച് ഭർത്താവ് ബ്ലഡ് വരെ ഛർദ്ദിച്ചായിരുന്നു. സംഭവം ആരോഗ്യമന്ത്രിയെ അറിയിക്കാൻ വിളിച്ചെങ്കിലും ഫോണെടുക്കാൻ പോലും കൂട്ടാക്കിയില്ലെന്ന ബന്ധുക്കൾ പറയുന്നു. ഈ ആരോഗ്യമന്ത്രിയോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും താലൂക്ക് ഹോസ്പിറ്റലുകളും നിങ്ങളൊന്ന് പോയി നോക്കണം. നോക്കിയിട്ട് അവിടെ ഉള്ള രോഗികളോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ എങ്ങനെയാ സംസാരിക്കുന്നുണ്ടോ, അല്ലെ എങ്ങനെയാ ഹോസ്പിറ്റലിലെ ചുറ്റുവട്ടങ്ങൾ ഒന്ന് പോയി ചോദിക്കണം, വർഷത്തിൽ ഒരിക്കലെങ്കിലും. രമേശ് ചെന്നിത്തല ആരോഗ്യമന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്തു. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DMOയ്ക്ക് നൽകിയ നിർദ്ദേശം. ഡയാലിസിസ് സെന്ററിലെ പ്രശ്നങ്ങളല്ല മരണകാരണമെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. യന്ത്രങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും അണുബാധ കണ്ടെത്താനായില്ലെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. 24 ആലപ്പുഴ. സർക്കാരിന്റെ അവസാന ബജറ്റ് ജനപ്രിയമായിരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളപ്രിയവും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതുമായ ബജറ്റായിരിക്കും അവതരിപ്പിക്കുക. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ വായ്പ വെട്ടിയത് കേന്ദ്ര സർക്കാരിന്റെ ഗൂഗ്ലിയാണെന്നും മന്ത്രി പരിഹസിച്ചു. ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം വരുമെന്നും KN ബാലഗോപാൽ 24-നോട് പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഈ മാസം 29-ന് അവതരിപ്പിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള ബജറ്റായതിനാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളും ആശ്വാസ നടപടികളുമാണ് പ്രതീക്ഷിക്കുന്നത്. കേരളപ്രിയവും കേരളത്തിലെ ജനങ്ങൾക്ക് ആകെ ഗുണമുണ്ടാവുന്ന ബഡ്ജറ്റായിരിക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപനം നടത്താൻ സമ്മർദ്ദമുണ്ട്. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിലെടുക്കാവുന്ന വായ്പ പകുതിയായി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇത്രയും വെട്ടിക്കുറച്ചിട്ടും കേരളം എങ്ങനെയാണ് നിൽക്കുന്നതെന്നാണ് അവരുടെ അത്ഭുതം. അതുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ ലാസ്റ്റിൽ ഈ ഏറ്റവും ലാസ്റ്റ് ബോള് ബ്രഹ്മാസ്ത്രമോ ഗൂഗിളിയോ ഒക്കെ പറയുമല്ലോ ക്രിക്കറ്റിലാണെങ്കിൽ,
അതുപോലെ ലാസ്റ്റ് ഓവറുകളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഗവൺമെൻറ്. കേന്ദ്ര നടപടിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ക്ഷേമ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ധനവകുപ്പിന്റെ പ്രഖ്യാപനം. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. 2025 മലയാള സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിട്ട് ഫിലിം ചേംബർ. 2025 മലയാള സിനിമയ്ക്ക് നഷ്ടം 530 കോടി രൂപയാണ്. 860 കോടിയാണ് ആകെ മുതൽ മുടക്ക്. പുറത്തിറങ്ങിയ 185 ചിത്രങ്ങളിൽ 150 പരാജയപ്പെട്ടുവെന്നും ഫിലിം ചേംബർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. 10 ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമിലൂടെ സാമ്പത്തിക ലാഭം നേടി. ക്രിസ്മസ് റിലീസിംഗായി 5 ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്താനിരിക്കെ കുറഞ്ഞത് 360 കോടി രൂപ നഷ്ടമുണ്ടായെന്ന നിർമ്മാതാക്കളുടെ സംഘടനയുടെ വെളിപ്പെടുത്തൽ വിവാദമായിരുന്നു. ജസ്റ്റിസ് സൗമൻ സെൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാകും. കൊളീജിയം ശുപാർശ അംഗീകരിച്ച് കേന്ദ്രം വിജ്ഞാപനമിറക്കി. നിലവിൽ മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൗമൻ സെൻ. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ വിരമിക്കുന്നതിനാലാണ് നിയമനം. കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ മാർക്ക് നിശ്ചയിക്കുന്ന രീതിയിലെ മാറ്റം അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. വിദഗ്ധ സമിതിയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചാണ് ഉത്തരവിറക്കിയത്. ഇതോടെ മുൻ വർഷങ്ങളിലേതുപോലെ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കീമിൽ മാർക്ക് കുറയില്ല. റാങ്ക് പട്ടിക തയ്യാറാക്കുന്ന പുതിയ രീതി പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്താനും സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ച് പരീക്ഷയും നടത്തിയ ശേഷമായിരുന്നു ഫോർമുല പരിഷ്കരിച്ചത്. ഇതേ തുടർന്നാണ് ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കി പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടി വന്നത്. കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ തമിഴ്നാട് മാതൃക തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്ത് പുതുവർഷത്തെ ആദ്യ ദിനത്തിൽ വൻ ഭക്തജന തിരക്ക്. 8 മണിവരെ 70,000 പേരാണ് ദർശനം നടത്തിയത്. നടപ്പന്തൽ, മരക്കൂട്ടം എന്നിവിടങ്ങളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന് 2 ദിവസം പിന്നിടുമ്പോഴേക്കും 2 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തരാണ് മല ചവിട്ടിയത്. ഈ മാസം 14-നാണ് മകരവിളക്ക്. പുതുവത്സര സമ്മാനമായി നിർധന കുടുംബങ്ങൾക്ക് 1000 വീട് വെച്ച് നൽകാൻ 24. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി പ്രേക്ഷകരുടെ പിന്തുണയോടെയാണ് വീടുകൾ നിർമ്മിക്കുക. ഒരുപാട് അപേക്ഷകൾ നമ്മുടെ 24 ഫ്ലവേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീടില്ലാത്തവർ, ഒരു കൂര സ്വന്തമായി ഇല്ലാത്ത ആളുകൾ, അവരുടെ വേദനയാണല്ലോ നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1000 വീടുകൾ കൂടി നിർമ്മിക്കുമെന്ന് ഈ പുതുവത്സര ദിനത്തിൽ ഞാൻ അറിയിക്കുകയാണ്. സമൂഹ നന്മയാണ് ഒരു മാധ്യമത്തിന്റെ അത്യന്തികമായ ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്ന 24-ൽ നിന്നും ഇതാ ഒരു പുതുവത്സര സമ്മാനം. ഭവനരഹിതരായ 1000 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പുതുവത്സര ദിനത്തിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി പ്രേക്ഷകരുടെ പിന്തുണയോടെ പദ്ധതി സാക്ഷാത്കരിക്കാനാകുമെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. പ്രക്ഷേപകന്റെ ഏറ്റവും വലിയ ചുമതല അവന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാകുന്ന മനോഹരമായ കാഴ്ചയിലായിരിക്കും നമ്മുടെ യാത്ര. 24 കണക്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയിൽ പങ്കാളികളാകാൻ താൽപര്യമുള്ളവർ മുന്നോട്ടു വരണമെന്ന് ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന 100 വീടുകളുടെ താക്കോൽദാനം നിലവിൽ തുടരുകയാണ്. വ്യവസായി MA യൂസഫലിയുമായി ചേർന്ന് 5 വീടുകളും 24 നിർധനർക്ക് നൽകിയിരുന്നു. MA യൂസഫലിയുമായി ചേർന്ന് ഇനി 10 വീടുകൾ കൂടി നിർമ്മിക്കുമെന്നും ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. 24-ന്റെ പ്രഖ്യാപനത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക് 24. വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡും കേരള ഗ്രാമീൺ ബാങ്കും തമ്മിൽ വാഹന വായ്പാ കരാറിൽ ഒപ്പുവെച്ചു. ഉപഭോക്താക്കൾക്ക് കൂടുതൽ ലളിതവും വേഗത്തിലും വാഹന വായ്പകൾ ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ കാറുകൾ, വാണിജ്യ വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നവർക്കായി ആകർഷകമായ പലിശ നിരക്കിലും ലളിതമായ നിബന്ധനകളിലും വായ്പകൾ ലഭ്യമാകും.
ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയുള്ള വായ്പാ നടപടികൾ വേഗത്തിലാക്കാനും ബാങ്ക് ലക്ഷ്യമിടുന്നുണ്ട്. മാരുതി സുസുക്കി സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ പാർത്ഥോ ബാനർജി, വൈസ് പ്രസിഡന്റ് വിശാൽ ശർമ്മ, കേരള ഗ്രാമീൺ ബാങ്ക് ചെയർപേഴ്സൺ വിമല വിജയഭാസ്കർ, കാനറ ബാങ്ക് ആർ ബി വിഭാഗം ജനറൽ മാനേജർ എസ് കനിമൊഴി, ബാങ്ക് ജനറൽ മാനേജർ ഗുണ്ടേക്കർ ഹരീഷ് ഗംഗാധർ റാവു, അസിസ്റ്റന്റ് ജനറൽ മാനേജർ MV ബാലഗോപാൽ എന്നിവർ പങ്കെടുത്തു. തൃശൂരിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ കൂട്ടക്കൂറുമാറ്റത്തിൽ BJP പിന്തുണയെ എതിർത്ത അംഗത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ച് കോൺഗ്രസ് വിമത നേതാവ്. കോൺഗ്രസിന്റെ നേരത്തെ വിമത പക്ഷത്തുണ്ടായിരുന്ന അക്ഷയ് സന്തോഷിനെയാണ് വിമത നേതാവ് TM ചന്ദ്രൻ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ 24-ന് ലഭിച്ചു. അതിനിടെ തെറ്റേറ്റുപറഞ്ഞ് DCCക്ക് അക്ഷയ് നൽകിയ കത്ത് പുറത്തുവന്നു. ഈ വാർത്തയോടെ ഇന്നത്തെ വാർത്താമഴ അവസാനിക്കുന്നു. വിവാദമായ മറ്റത്തൂർ കൂട്ടക്കൂറുമാറ്റത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇടപെട്ട് അനുനയ നീക്കം നടക്കുന്നതിനിടെയാണ് വിമത നേതാക്കളെ വെട്ടിലാക്കി ശബ്ദരേഖ വരുന്നത്. BJP ബന്ധത്തെ തള്ളിപ്പറഞ്ഞ പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷിനെ സ്വാധീനിക്കാൻ TM ചന്ദ്രൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് 24-ന് ലഭിച്ചത്. നമുക്ക് BJPയുടെ സപ്പോർട്ടുണ്ട് കിട്ടിയ എല്ലാ സാധനങ്ങളും രാജിവെച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. എനിക്ക് വലിയ നാണക്കേട് ചുമന്നിറക്കാൻ. എനിക്ക് BJP യാതൊരു ബന്ധവും എനിക്ക് താല്പര്യമില്ല. അല്ല, നീ ഒരു കാര്യം ചെയ്യേ, നീ BJPയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാന്ന് പറയാനായിട്ട് തൃശ്ശൂർ നമ്മൾ 9 മെമ്പർമാരും കൂടി പത്രസമ്മേളനം വിളിച്ചേക്കാണ്. ബന്ധമില്ലാന്ന് അതാണ് ഇപ്പൊ മൊത്തം ചർച്ച നടക്കണേ. ബാക്കിയുള്ള 8 മെമ്പർമാരും നിന്റെ കൂടെ ഇല്ലേ? ബാക്കിയുള്ള 8 മെമ്പർമാരുടെ കാര്യമല്ല നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കണം. തങ്ങളോടൊപ്പം നിൽക്കണമെന്നും BJPയുമായി ബന്ധമില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ പറയണമെന്നും പറയുന്ന ചന്ദ്രന്റെ ആവശ്യം അക്ഷയ് സന്തോഷ് നിരാകരിക്കുന്നുണ്ട്. ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ ഭയപ്പെടേണ്ടതില്ലെന്നും ഒന്നിച്ചു നിൽക്കണമെന്നും ചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും BJP ബന്ധത്തിന് തയ്യാറല്ലെന്നും പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാമെന്നുമാണ് അക്ഷയ് നൽകുന്ന മറുപടി. അവരെന്താ പറയാത്ത ഒറ്റയ്ക്ക് പറഞ്ഞോളൂ അവർക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ നമ്മൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമല്ലേ? ഞാൻ രാജിവെച്ചോളാം. വേണ്ടാന്ന് ഞാൻ മെമ്പർസാണ് രാജിവെച്ചോളാം. വേണ്ട, അക്ഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ 2 മണിക്ക് നമ്മൾ തൃശ്ശൂർ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടോ? ഞാൻ വലിയ BJPയുടെ സപ്പോർട്ടോടെ പ്രസിഡന്റ് ആയ ആള് രാജിവെക്കാണ്. ഞാൻ വലിയ തനിക്ക് തെറ്റുപറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി അക്ഷയ് DCCക്ക് കത്ത് നൽകി. പാർട്ടിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂവെന്നും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ. അവര് ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു. അവർക്ക് BJPയും കൂടി സപ്പോർട്ട് ചെയ്തു. അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്. അതിനാണ് നടപടിയെടുത്തത്. അത് പിൻവലിക്കാൻ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടപടിയെക്കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടി നിലപാട് വ്യക്തമാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും. അതിന് സംശയമില്ല. വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്കുണ്ടാവില്ല. അതേസമയം മറ്റത്തൂരിലെ വിമതർക്കൊപ്പം ഔദ്യോഗിക പക്ഷത്തെ കോൺഗ്രസ് പ്രവർത്തകരുമായും ചർച്ച നടത്തിയ KPCC പ്രസിഡന്റോ റോജി M. ജോൺ MLAയോ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഉടൻ നടപടി സ്വീകരിക്കുമെന്നും പരസ്യ പ്രതികരണം അരുതെന്നുമാണ് ഇരുവിഭാഗത്തിനും KPCC നൽകിയിരിക്കുന്ന നിർദ്ദേശം. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.